ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സിമൻറ്റ് കട്ട എടുക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ സ്ഥലം നമ്മൾ മാനന്തവാടി കാട്ടിക്കുളത്തുനിന്ന് മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് ഒണ്ടേങ്ങാടി ഉള്ളൊരു കട്ടകളാണിത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 6-ൻ്റെ സിമൻറ്റ് കട്ടയാണ്. ഇവിടെ നമുക്ക് 4-ൻ്റെ, 5-ൻ്റെ, 6-ൻ്റെ അങ്ങനെ 3 സൈസ് കട്ട മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിന്ന് പോകാനുള്ളത് നമുക്കിവിടെ തിരുനെല്ലിക്കാണ് ഇന്ന് പോകാനുള്ളത്. തിരുനെല്ലിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകാനുണ്ട്. അതൊരു ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു 300 കട്ടയായിരുന്നു എടുക്കുന്നത്. ശരിക്കും നമ്മുടെ 150 അടി വണ്ടിക്കകത്ത് 350 കട്ട നമുക്ക് കയറും. 300 കട്ടയെ നമ്മളിന്ന് എടുക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ 4-ൻ്റെ കട്ടയാണെങ്കിൽ 600 കട്ടയും 5-ൻ്റെ കട്ടയാണെങ്കിൽ ഒരു 500 കട്ട, അതേപോലെ തന്നെ 6-ൻ്റെ കട്ടയാണെങ്കിൽ ഒരു 350-ൻ്റെ 400-ൻ്റെ ഇടയിൽ 400 വരെ അങ്ങനെയാണ് നമ്മൾ സാധാരണ ലോഡ് കയറ്റലുള്ളത്. നമുക്ക് സിമൻറ്റ് കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോഡായിരിക്കും, എപ്പോൾ നല്ല വെയിറ്റാണ്. കാരണം ഫുള്ള് ഇത്ര ടൈറ്റാക്കി വരുന്ന സാധനം ആയതുകൊണ്ട് നല്ല ലോഡാണ് നമുക്ക് സിമൻറ്റ് കട്ടയ്ക്ക്. അപ്പോൾ 500 കട്ടയൊക്കെ 5-ൻ്റെ കട്ട 500-നൊക്കെ കയറ്റി കഴിഞ്ഞാൽ നല്ല ലോഡാണ്. നമ്മളൊരു 200 അടി എടുക്കുന്നതിനേക്കാളും ലോഡ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ 4-ൻ്റെ കട്ട ഒഴിച്ച് 5-ൻ്റെ 6-ൻ്റെ ഒക്കെ നല്ല സെറ്റായ കട്ടയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി പൊക്കിത്തട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ മഴയായതുകൊണ്ട് നല്ലോണം നനഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് കട്ടയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 6-ൻ്റെ കട്ടയും കൊണ്ടുപോയി പൊക്കിത്തട്ടാനുള്ള രീതിയിൽ തന്നെ ഉള്ള അതിന് മാത്രം സെറ്റായിട്ടുള്ള കട്ടയാണ്. പിന്നെ നമുക്കിപ്പോൾ 3 പണിക്കാരുള്ളതുകൊണ്ട് നമുക്കൊരു 300 കട്ട കയറ്റാൻ അരമണിക്കൂറിൻ്റെ ചോടയാൻ നമുക്ക് സമയം മതി. പിന്നെ ഇത് ലോഡാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് എണ്ണം ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം കറക്റ്റ് നീളത്തിലും സൈഡിലേക്ക് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നോക്കലും എണ്ണതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ കറക്റ്റ് നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടാണ് പോകല്. പിന്നെ വെട്ടുകല്ല് പോലെ പൊട്ടിയ കല്ലിന് പൈസ കുറയ്ക്കുന്ന ഒരു പരിപാടി സിമൻറ്റ് കട്ടയിലില്ല പൊതുവെ. അതുകൊണ്ട് തന്നെ പരമാവധി പൊട്ടാത്തതും നല്ല മൂലയൊന്നും തട്ടും പൊട്ടും ചെയ്യാത്തത് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ലോഡ് കയറ്റുന്നത്. ടിപ്പറിലുള്ള ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഈ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടായാലും ഇവിടെ ഒരു സ്ഥലമില്ലേ ആ കുന്നൊന്നും നോക്കി എന്ത് ഭയങ്കര കുന്ന, അതിന്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ. ഇന്നലെ വണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുന്നാണ് ഇന്നലെ തിരിച്ചേ. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം ഉള്ളിലോട്ട് വന്നിട്ടാട്ടോ നമ്മളിപ്പോൾ സൈറ്റിലേക്ക് എത്തിയേക്കുന്നത്. ചെറിയൊരു കോൺക്രീറ്റ് റോഡാണ്. ഇപ്പോൾ ഇന്നലെ ഒരു വണ്ടി 200 അടി വന്നിട്ട് കുടുങ്ങിയതാണ് ഇടതുവശത്ത് കാണുന്നത്. ആ വണ്ടി ആ റോട്ടിൽ തന്നെ സാധനം ഇറക്കിയത്. നമ്മൾ വരുന്ന വഴിക്ക് കാട്ടിക്കുളത്തുനിന്ന് ഒരു കട്ടലയും ഒരു ജനലും കയറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഇവിടത്തേക്ക് തന്നെയാണ്. അപ്പം അതാണിപ്പോൾ നമ്മൾ ആദ്യം ഇറക്കുന്നത്. 2-3 ദിവസം നല്ല വെയിൽ കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് ഇറക്കിയത് വണ്ടി. പിന്നെ അതുമല്ല ഇന്നലെ ഒരു വണ്ടി വന്നിട്ട് അത്യാവശ്യം കുടുങ്ങി ചെയ്തതുകൊണ്ട് അത്യാവശ്യം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ വിശ്വാസത്തിലാണ് നമ്മൾ വണ്ടി ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട പൊക്കി തട്ടാനുള്ള പരിപാടി തന്നെയാണ്. പണിക്കാരുണ്ടെങ്കിലും പൊക്കി തട്ടാനുള്ള പരിപാടിയാണ്. കാരണം സെറ്റായിട്ടുണ്ട്. നല്ല 1 മാസം മേലെ സെറ്റായ കട്ടയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്.
നമ്മൾ ഈ സിമെൻറ്റ് കട്ട പൊക്കി തട്ടുന്ന സമയത്ത് ബാക്കിയുള്ള മെറ്റീരിയൽ പോലെയല്ല, നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ചെറിയ ചെരുവൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കിത് എല്ലാ സൈഡിൽ നിന്ന് ഒരേപോലെ ഊരി വരില്ല. നമുക്ക് പോരാതെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ബോഡീൻ്റെ ആംഗ്ലറൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഇത് സിമെൻറ്റ് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലാണ് വരുന്നതെങ്കിൽ മറ്റേ സൈഡിലേക്കുള്ള വെയിറ്റ് മൊത്തം തൂങ്ങും. അപ്പോൾ സിമെൻറ്റ് കട്ട തട്ടുന്ന സമയത്തൊക്കെ പരമാവധി നമ്മൾ ലെവൽ വെച്ച് നോക്കിയിട്ടൊക്കെ നമ്മൾ തട്ടുള്ളൂ. കാരണം പെട്ടെന്ന് വണ്ടി ചെരിയാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നല്ല കട്ടയായതുകൊണ്ട് ഒരെണ്ണം പോലും നമുക്ക് പൊട്ടിയിട്ടില്ല. ചെറുങ്ങനെ അറ്റം മൂലം 1-2 പോയെന്നല്ലാണ്ട് ഒന്നും തന്നെ നമുക്ക് കട്ടയ്ക്ക് യാതൊരു ഡാമേജും വന്നിട്ടില്ല. നമുക്ക് അടുപ്പിച്ചൊരു 3-4 ദിവസം നല്ല വെയിൽ കിട്ടിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സൈറ്റിലേക്കൊക്കെ നമുക്ക് ഇറക്കി തട്ടാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ നിർത്തിയിട്ട് ആൾക്കാർ തന്നെ മൊത്തം ഇറക്കി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം വെച്ചാൽ മണ്ണും മഴയത്ത് ചെളി ഇരിക്കുന്ന സമയത്ത് എന്തായാലും വണ്ടി അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല, പൊക്കി തട്ടാൻ പറ്റില്ല. കാരണം റോഡും ഒരു സൈഡിൽ കട്ടിംഗ് ആണ്, ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ നിരന്ന സ്ഥലമുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നാലും നമുക്ക് അവിടെ തട്ടാൻ പറ്റില്ല. പോരാത്തിന് ആ ഒരു നല്ലൊരു കാലാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയായിട്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ചിട്ടും പോകാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കോൺക്രീറ്റ് റോഡിൽ കൂടെ നല്ലൊരു കണ്ടമാനം ദൂരം നമ്മൾ റിവേഴ്സ് പോകേണ്ടി വരും. ഏകദേശം 1 കിലോമീറ്ററോളം റിവേഴ്സ് പോകേണ്ടി വരും. കാരണം വെച്ചാൽ റോഡിന് വീതിയും കുറവാണ്. പോരാത്തിന് ഇവിടെയുള്ള വീടുകളിലേക്കുള്ള വഴി റോഡിനോട് ചേർന്നുള്ള വീടുകളാണ്. എല്ലാ വീട്ടിലേക്കും നടവഴിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ നല്ലൊരു കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇറക്കിയിട്ടാണെങ്കിലും പോകാൻ പറ്റി. കാരണം മഴയത്താണെങ്കിൽ അവിടെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ്, അവിടെ പിള്ളേർ കളിക്കുന്ന സ്ഥലമാണ്. പുറത്ത് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കും. നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി ഇറക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്നും ഇറങ്ങി പോയി നോക്കും കേട്ടോ. നമുക്ക് അതിൻ്റെ അവിടുത്തെ എന്താ സിറ്റുവേഷൻ, എന്താ താഴുന്നുണ്ടോ ചെളിയുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ഇറങ്ങിപ്പോയി നോക്കും. ഇതെന്ന് വെച്ചാൽ ഇന്നലെ ആ വണ്ടി വന്ന് തിരിച്ചത് ആ വഴിക്കാണ് എന്നിട്ട് തിരിച്ച് വന്നത്. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് ഇറക്കിയത്.